യൂട്യൂബ് ഔലിയാക്കന്മാരുടെ കാലമാണ്. എന്തെല്ലാമാണ് ഇവിടെ നടക്കുന്നത് ഈ കൊച്ചു കേരളത്തിലെ, എന്തെല്ലാമാണ് നടക്കുന്നത് നമുക്കറിയാം. എൻ്റെ പൊന്നോ, ഒരു ഭാഗത്ത് കൊടി കുത്തുന്നു, അതിൽ ചുറ്റും റിങ് കെട്ടുന്നു, ആളുകൾ പണമിടുന്നു, ഉപഭോക്താവ് കൊടി കുത്തി വാഴുന്നു. മറ്റൊരു ഭാഗത്ത് ആധുനിക ഔലിയാക്കന്മാർ പറയുന്നത് അന്ധമായി അനുധാവനം ചെയ്തു ഒപ്പം ജീവിച്ച സഹധർമ്മിക്ക് ജീവഹാനി സംഭവിക്കുന്നു. നമ്മളൊന്നും പറയുന്നില്ല, നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ മൊത്തം പ്രശ്നമാകും. നമുക്കതിനുള്ള വിവരമില്ലല്ലോ. നടക്കട്ടെ, ഇതെല്ലാം നടക്കട്ടെ എന്നും പ്രശ്നമൊന്നുമില്ല. ചില ആളുകൾ പറയുന്നത് നിങ്ങൾക്ക് തവക്കുൽ വേണം, തവക്കുൽ വേണമെന്നാ. എന്താടാ ഈ തവക്കുൽ എന്ന് പറഞ്ഞാൽ? എന്താണ് ഈ തവക്കുൽ? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും യാത്ര പോകുന്ന വേളയിൽ നമസ്കാരത്തിൻ്റെ സമയമായി. അവർ സഞ്ചരിച്ചിരുന്ന ഒട്ടകത്തെ കെട്ടാതെ പ്രാർത്ഥനയ്ക്ക് വന്ന സ്വഹാബികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആദ്യം നീ പോയി ഒട്ടകത്തിനെ കെട്ടിയിട്ട് വാ. സ്വഹാബികൾ പറഞ്ഞു, പ്രവാചകരെ, ഞങ്ങൾ അള്ളാഹുവിലേക്ക് വരവേൽപ്പിച്ചിട്ടുണ്ട്, എന്നതിനാണ് ഒട്ടകത്തെ കെട്ടുന്നത്? ഇവർക്ക് തവക്കുലിൻ്റെ അർത്ഥവും ആശയവും പഠിപ്പിച്ചു കൊടുത്ത തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറുപടി എന്താ? നീ ആദ്യം പോയിട്ട് ഒട്ടകത്തെ കെട്ട്, എന്നിട്ട് അള്ളാഹുവിലേക്ക് വരമേൽപ്പിക്കാൻ. പഴയകാലത്തൊരു ചൊല്ലുണ്ട്, താൻ പാതി തമ്പുരാൻ പാതി. ഇതിൻ്റെ അർത്ഥം വീട്ടിൽ പ്രസവിച്ച കുട്ടികളെല്ലാം മരണപ്പെടുമെന്നും ആശുപത്രിയിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പൂർണ്ണാർത്ഥത്തിൽ രക്ഷപ്പെടുന്നു. ഇതിന് അർത്ഥമില്ല കേട്ടാ. എല്ലാ ആധുനിക സംവിധാനങ്ങളിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടും ഡോക്ടറിൻ്റെ ചികിത്സാ പിഴവ് മൂലം കുട്ടികൾ മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോഴും KSRTC ബസ്സിൽ വെച്ച് പ്രസവനെടുത്ത പെൺകുട്ടി സുരക്ഷിതമായി KSRTC ബസ്സിൽ പ്രസവിച്ച സംഭവമുണ്ട്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, പഴയ കാലത്ത് നമ്മുടെ മുൻഗാമികളായ അച്ഛനും അമ്മയും എല്ലാ മതത്തിൽപ്പെട്ട ആളുകളും 10ഉം 12ഉം ഒക്കെ പ്രസവിച്ച കാലത്ത്, ഇന്നത്തെ കാലത്ത് നമ്മൾ ലളിതമായി കാണുന്ന ഒരാൾ രക്ഷപ്പെടാൻ സാധ്യതയുള്ളൊരു രോഗം അന്നുണ്ടായാൽ ഫലപ്രദമായി ചികിത്സിച്ച് മാറ്റാനുള്ള സംവിധാനങ്ങളില്ലാത്തത് കൊണ്ട് എത്രായിരം കുട്ടികൾ മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെ മനസ്സിലാക്കേണ്ടത്, ഇന്നത്തെ കാലത്ത് രക്ഷപ്പെടാനുള്ള ഒരു സാധ്യത ഇന്നത്തെ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്താൻ കഴിയുമെങ്കിൽ എന്തിനാണ് ഈ റിസ്ക് എടുക്കാൻ നടക്കുന്നത്? ഇന്ന് നമ്മളേറെ ബഹുമാനിക്കുന്നവരുടെയൊക്കെ ഭാര്യമാർ ഹോസ്പിറ്റലിൽ പോയി പ്രസവിക്കുന്നു, ഓപ്പറേഷൻ നടക്കുന്നു, ഇതെല്ലാം നടക്കുന്നില്ലേ? അപ്പോൾ അവരെല്ലാം മണ്ടന്മാരാണ്. ഞാൻ നിങ്ങളെ ആരെയും വിമർശിക്കാൻ വന്നാൽ അതിനുള്ള യോഗ്യതയില്ല. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഈ ആളുകൾ അന്ധമായി അനുകരിക്കുന്ന ഈ പണി അങ്ങോട്ട് നിർത്തുക. പ്രശ്നം ഈ ആത്മീയ വിഷയങ്ങൾ മാത്രമല്ല കേട്ടോ. സമീപകാലത്ത് അറിയാം, അക്യൂപഞ്ചറിസ്റ്റ് ഭർത്താവിനോട് വീട്ടിൽ പ്രസവിപ്പിച്ചാൽ മതി, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ കത്തി വെക്കുമെന്ന് പറഞ്ഞപ്പോൾ വീട്ടിൽ പ്രസവമാക്കി, പെൺകുട്ടി മരണപ്പെട്ടു പോയി. നമ്മളൊക്കെ വായിച്ചിട്ടുണ്ട്. ഇത് പല മേഖലയുണ്ട്. ചില ആളുകളെ അന്ധമായി അനുകരിക്കുന്നുണ്ടാകുന്ന പ്രശ്നമാണ്. അതൊരു വിഷയത്തിലല്ല. ഇന്നത്തെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറഞ്ഞാൽ ഈ യൂട്യൂബ് വഴി പല ആളുകളും പറയുന്നത് കേൾക്കുകയും അംഗീകരിക്കുകയും തൊണ്ട തൊടാതെ വീഴുകയും അവരുടെ ആരാധകന്മാരായി മാറുന്ന, ഫാൻസായി മാറുന്ന ആളുകളുണ്ട്. അതൊരു വിഷയത്തിൽ മാത്രമല്ല, പല വിഷയത്തിൽ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഭർത്താവ് അയച്ചു കൊടുക്കുന്ന പണം മുഴുവനും എവിടെയോ ആരോ കെട്ടിയ കൊടിയുടെ താഴെ കൊണ്ടുവന്ന് കുന്നുകൂട്ടിയിടുന്ന ആളുകൾ നമുക്കിടയിലില്ലേ? അതും ഒരു അന്ധത തന്നെയല്ലേ? ആരാണ് ഈ മനുഷ്യന്മാർ? ഇവരുടെയൊക്കെ ക്വാളിറ്റി എന്താണ്? ഇന്ന് കേരളത്തിൽ ആയിരക്കണക്കിന് ഉഖ്റവിയായ മുത്തഅല്ലിമീങ്ങൾ പഠിക്കുന്ന സ്ഥാപനങ്ങൾ, അതിൻ്റെ നിത്യവൃത്തിക്ക് പണമില്ലാതെ അതിൻ്റെ കമ്മിറ്റിക്കാരായ ആളുകൾ പരക്കം പായുമ്പോൾ, ആളുകളുടെ മുമ്പിൽ യാചിക്കേണ്ടി വരുന്ന അവസ്ഥ വരുമ്പോഴൊക്കെ ഇവിടെ ചില ആളുകൾ തങ്ങളുപ്പാപ്പാക്ക് കൊണ്ടുപോയി തിരുവിൽ കാഴ്ച വെക്കുകയാണ്, എറിഞ്ഞു കൊടുക്കുകയാണ്. എത്ര മേലും തരാമെന്നാണ് പറയുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള ഈ പണം കൊണ്ടുവന്ന ഒരു മുത്തഅല്ലിമീൻ നിങ്ങളൊരു കിതാബ് വാങ്ങിക്കൊടുത്താൽ ആ കുട്ടി പഠിച്ച വിജ്ഞാനം അനന്തമായി മറ്റുള്ള ആളുകളിലേക്ക് പകർന്ന് ഗമിക്കുകയാണ്. നമ്മൾ മരണപ്പെട്ട് കാലങ്ങൾ കഴിഞ്ഞാലും നമ്മുടെ ഖബറിലേക്ക് നൈരന്തര്യമായി അതിൻ്റെ പ്രതിഫലം ലഭിക്കുകയും ചെയ്യും. പക്ഷെ അതൊന്നും ആളുകൾക്ക് വേണ്ട. ആളുകൾക്ക് ഇഷ്ടമെന്ന് പറഞ്ഞാൽ ഇത് തന്നെ. ഒരാൾ കസേരയിട്ട് അവിടെ ഇരിക്കുക, അയാൾ മാഷാ അല്ലാ എന്നൊക്കെ ഇങ്ങനെ പറയുക, അയാളുടെ മുമ്പിലേക്ക് എത്ര വീണലും വാരി കൊടുക്കാൻ ആളുകൾ തയ്യാറാണ്. ഈ കൗമിനെ ആര് പറഞ്ഞ് നന്നാക്കാനാണ്? നിങ്ങൾ ഇതൊന്നും കണ്ടുപോയി. കാണാൻ കൊള്ളാത്ത നമ്മളാരും നല്ലൊരു കണ്ണട വാങ്ങി ആരെങ്കിലും പ്രേമിക്കുക, അതുമില്ല. അങ്ങനെ ഇപ്പൊ എല്ലാരും കണ്ണട വെക്കണം. അങ്ങനെ ഇപ്പം എല്ലാ ഔലിയാക്കന്മാരും കണ്ണട വെക്കുകയാണെങ്കിൽ ഞാനും കണ്ണട വെക്കുക. ഞാനായിട്ട് മാത്രം തന്നെ കുറക്കുന്നത്. അടക്കട്ടെ. നമ്മളൊക്കെ ആരും പ്രേമിച്ചാണ് വയസ്സായി മുടി നരച്ച്. അതെ 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 അതെ. ഗൂഗിൾ പേ ശരിയായി, ഗൂഗിൾ പേ ശരിയായി. ഇനി ഞാനും ഒരു പണി അങ്ങോട്ട് തുടങ്ങാൻ പോകും. അങ്ങനെ അങ്ങോട്ട് വിട്ടാൽ പറ്റൂല. എനിക്കും ജീവിക്കണം. അൽഹംദുലില്ലാഹ്, നമുക്കുള്ളത് കൊണ്ട് ഇങ്ങനെ സന്തോഷത്തിൽ പോകണം. എന്ത് സുഖമുള്ള പണിയാണ്. ഞാനും തുടങ്ങാൻ പോകണം. നിങ്ങളെല്ലാം എൻ്റെ ഒപ്പം നിൽക്കൂലേ? ഞാനും വിടുന്നില്ല. ഞാനൊരു കൊടിയൊക്കെ കുത്തി റിങ്ങൊക്കെ കെട്ടി ഞാനും ഇതെല്ലാം കൊണ്ട് തുടങ്ങാൻ പോവാം. നിങ്ങളെന്നെ ഇട്ടേച്ച് പോരുത്. എനിക്ക് അതേ പറയാനുള്ളൂ. ജീവിക്കേണ്ടേ? എന്ത് ചെയ്യും? ഒരു മാർഗ്ഗമില്ല. ഈ പള്ളിയിൽ കിടന്ന് നമ്മളിങ്ങനെ ഒരു മാസക്കാലം ഇങ്ങനെ തുഴഞ്ഞാൽ ഒരു കരയിൽ നിന്ന് മറുകരയെത്താൻ എന്തെല്ലാം പാടുപെടണം, എന്തെല്ലാം ബുദ്ധിമുട്ടണം. കല്യാണക്കാർ, വരവാസോലിക്കാർ, ഇവർക്കെല്ലാം കൊടുത്തു തീർക്കണ്ടേ? ഇതാകുമ്പോൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഈ കിണറിൽ നിറയുന്ന പൈസ മതി. അള്ളാഹുവെ, മഴ പെയ്ക്കൽ ഇടക്കുന്നു, പൈസ ആഴെ പോവും. ഈ കിണറിൽ വീഴുന്ന പൈസ മതി ഒരു വർഷത്തേക്ക് ചെലവിനുള്ളതാവും. അപ്പോൾ എല്ലാവരും സഹകരിക്കണം. ഇൻഷാ അല്ലാഹ് ഞാനൊരു പുതിയ കൊടി കുത്തുന്നുണ്ട്. ആരും മുങ്ങിക്കളയരുത്. ഇൻഷാ അല്ലാഹ്.